വക്രദൃഷ്ടി തുടരുന്നു. മന്ത്രി തിലോത്തമനെ കൂട്ടാതെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയതുപോലെ സാധാ മെക്കാനിക്കായ AK ശശീന്ദ്രനെ കൂട്ടാതെ KSRTCയെ റിപ്പയർ ചെയ്തെടുക്കാൻ തോമസ് ഐസക് മേസ്തിരിക്ക് വ്യക്തമായ പദ്ധതിയുണ്ട്. ശമ്പളവും പെൻഷനും നൽകാൻ കടമെടുത്ത് മുടിയാറായ KSRTCയെ നന്നാക്കിയേ അടങ്ങൂ എന്ന് സർക്കാർ. സുശീൽ ഖന്ന എന്ന ഒരു വിദഗ്ധനെ കോർപ്പറേഷനെ എങ്ങനെ നന്നാക്കാമെന്ന് പഠിക്കാൻ നിയോഗിച്ചു. സുശീൽ ഖന്നയുടെ റിപ്പോർട്ട് വരും മുമ്പ് കോർപ്പറേഷനിലെ ഏറ്റവും വലിയ യൂണിയനായ CITU അതിലും വലിയ മെക്കാനിക്കായ ഐസക്കിനെ വെച്ച് മറ്റൊരു പഠനം നടത്തി. 3 വർഷത്തിനകം കോർപ്പറേഷനെ ശരിയാക്കും എന്നാണ് വാഗ്ദാനം. എന്റെ മോനൊരു ഉദ്യോഗം വേണം. BA-കാരനായതുകൊണ്ട് അധ്യാപക വൃത്തി തന്നെ വേണമെന്ന് കടുംപിടുത്തൊന്നുമില്ല കേട്ടോ. സർക്കാർ ജോലി വേണമെന്നില്ല. KSRTCയിലാവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. പരീക്ഷം പറഞ്ഞ നല്ലൊരു കാര്യം പറഞ്ഞു തുടങ്ങണമെന്നുള്ളതാണ്. ഈ മാസത്തെ പെൻഷനും ശമ്പളവും പൂർണ്ണ തരാനുള്ള തുക ഞാൻ ഒപ്പുവെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അടുത്ത മാസത്തെ പെൻഷനും ശമ്പളവും നൽകാനുള്ള പണവും വായ്പയായിട്ട് ലഭ്യമാക്കും. പക്ഷെ സാക്കളെ എത്ര മാസം ഇങ്ങനെ ശമ്പളവും പെൻഷനും തന്നുകൊണ്ടിരിക്കും? അഞ്ചു വർഷക്കാലം ശമ്പളവും പെൻഷനും എത്ര വായ്പ വരുന്ന വിടവ് അത് വായ്പ എടുത്തു തന്നു. 1500 കോടി രൂപയുണ്ടായിരുന്ന വായ്പ 3400 കോടി രൂപയുടെ ബാധ്യതയായിട്ട് മാറി. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ. എല്ലാവരും വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൈലേജ് 3.8 കിലോമീറ്റർ ഒരു ലിറ്ററിൽ നിന്ന് 4.2 ആക്കി. പിന്നെ കഴിഞ്ഞ അടുത്ത 5 വർഷം 4.2 കിടന്നു. എന്താണ് ശരിയാവും. ഒരു പരിപാടി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. യെസ്, പരിപാടിയുടെ പേര് KSRTC ലാഭത്തിലാക്കാൻ ഒരു 3 വർഷ പരിപാടി എന്നുള്ളതാണ്. അത് ഞാൻ സ്ലൈഡ് വെച്ച് അവതരിപ്പിക്കാം. ഈ റിപ്പയർ വിജയിച്ചാൽ അവിടെ ബാക്കിയുള്ള വണ്ടികളുടെ പണി മുഴുവൻ ഞാൻ അടിച്ചെടുക്കും. ഞാൻ വരാം. നീ എന്തിനു വരുന്നു? എമ്മൻ നമ്പ്യാരെ കാർ ശരിയാക്കാൻ. വേണ്ട, നീ ശരിപ്പെടുത്തിയിട്ടോളം മതി. എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യരുത്. എവിടുത്തെ തൊഴിലാളി എല്ലാം കൂടി തൊഴിച്ചൊഴിച്ചാ ഞാൻ ഈ പരുവത്തിലായത്. ജോസഫേ, കോടാലിയും വെട്ടിയെത്തി സ്പാനറോട് എടുത്ത് കാറി കയറ്. മനോഹര ചേട്ടാ, ഞാനും വരട്ടാ. വേണ്ട വേണ്ട വേണ്ട. ജീവനക്കാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശമ്പളം, പെൻഷൻ, ന്യായമായിട്ടുള്ള അവകാശങ്ങൾ അതൊക്കെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പരിപാടി. ഒരു ഇടക്കാലത്തേക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ടാവും. അതിനുള്ളിൽ നമ്മൾ സ്വയം പര്യാപ്തമായിട്ട് മാറണം. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. പലിശയായിട്ട് മാത്രം 250 കോടി രൂപ ഇപ്പൊ കൊടുക്കേണ്ടി വരും. മുതലിന്റെ തിരിച്ചടവ് വേറെ എന്ന് വെച്ചാൽ ഇപ്പൊ വായ്പ എടുക്കുന്നത് ഏതാണ്ട് പഴയ വായ്പയുടെ പലിശക്കും മുതലിനോ തികയത്തുള്ളൂ. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലോ കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. പ്രണയവർണ്ണങ്ങളിൽ വയലാർ രവി. മേഴ്സി അവിടെ പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുക. AK ആൻ്റണിയാണ് എൻ്റെ കൂടെ. AK ആൻ്റണി എക്കണോമിക്സിൽ, ഞാൻ ഹിസ്റ്ററിയിലുമാണ്. ഞാൻ ഈ മേഴ്സിയുടെ കാര്യം ഞാൻ ആദ്യം രഹസ്യമായി പറഞ്ഞത് AK ആൻ്റണിയോടാണ്. അപ്പോൾ AK ആൻ്റണിക്ക് എന്നൊരു ഗുണമുണ്ട്, രഹസ്യം സൂക്ഷിക്കാൻ ഇന്നും വലിയ കഴിവുള്ളതാണ്.